Hello, Assalamu alaikum. Once again, welcome back to Hasna's Henna Hut. ഇന്നൊരു DIY വീഡിയോ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കളയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ള കുറച്ച് പ്ലാന്റേഴ്സ് ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് എൻ്റെ വീട്ടിലെ പുറത്തുനിന്നാണ് ചെയ്യുന്നത്. ഞങ്ങൾ സാധാരണ ചെടി നടാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് എല്ലാം സെറ്റ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കുപ്പിയുടെ കവറൊക്കെ ഒന്ന് അഴിച്ചു മാറ്റാം. കുറച്ച് വലിയ കുപ്പി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് നമുക്ക് നടാൻ പറ്റും. ചെറുതാകുമ്പോൾ നമുക്ക് അത്രയും സ്പേസ് കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു കത്തി ചൂടാക്കിയിട്ട് നന്നായിട്ട് ഗ്യാസിന് ഫ്ലെയിമിൽ കളിച്ച് ചൂടാക്കിയതിന് ശേഷം കത്രിക വെച്ചിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി. ഈ ഒരു ബോട്ടിലിൻ്റെ പീസിൽ ഒരു മാർക്കർ പെന്ന് യൂസ് ചെയ്തിട്ട് ഞാനിവിടെ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇനി ഞാനിത് ഒരു കത്രിക വെച്ചിട്ട് ഈ ഒരു ഡിസൈൻ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ആക്രിലിക് പെയിൻറ്റ്, അതായത് ഫാബ്രിക് പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ പെയിൻറ്റും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ശരിക്കും ഇതിന് ഇനാമൽ പെയിൻറ്റാണ് നല്ലത്. ഞാൻ കുറച്ച് എണ്ണത്തിന് ഇനാമൽ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. നമ്മുടെ പെയിൻറ്റ് ഷോപ്പിലൊക്കെ ചോദിച്ചാൽ ഇനാമൽ പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതാകുമ്പോൾ ഏത് ക്ലൈമാറ്റിക് കണ്ടീഷനിലും ഒന്നും സംഭവിക്കില്ല. ഫാബ്രിക് പെയിൻറ്റിന് ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ പുറത്തൊക്കെ വെക്കുന്ന സമയത്ത് ഇതിനൊരു ഗ്യാരണ്ടി ഇല്ല. പക്ഷെ ഇനാമൽ പെയിൻ്റ് ആകുമ്പോൾ നമുക്ക് ഏത് ക്ലൈമാറ്റിക് കണ്ടീഷനിൽ വെച്ചാലും ഒന്നും സംഭവിക്കില്ല. ഇനി ബാക്കി വരുന്ന ഈ ഒരു കുപ്പിയുടെ പോർഷനിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ചെറിയൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് പ്ലെയിൻ ആയിട്ട് തന്നെ വിടാം. ഞാൻ ഇനാമൽ പെയിൻറ്റ് വെച്ച് കാണിക്കാത്തത് എന്താ അറിയോ, അത് ഭയങ്കര സമയം എടുക്കുന്നു അത് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ രാവിലെ പെയിൻറ്റ് അടിച്ച് വെച്ചത് വൈകുന്നേരമാണ് അത് ശരിക്കും ഒന്ന് ഉണങ്ങി കിട്ടിയത്. പക്ഷേ അത് ഉണങ്ങി കഴിഞ്ഞാൽ നല്ല സ്മൂത്തും നല്ല ഗ്ലൈസിങ്ങും ഒക്കെയാണ്. പക്ഷേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്തേ കഴിയുള്ളൂ. അപ്പോൾ കുറേ ടൈം വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആക്രിലിക് പെയിൻറ്റ് വെച്ച് കാണിക്കുന്നത്. ഈ ഒരു സെയിം നിങ്ങൾക്ക് ഇനാമൽ പെയിൻറ്റ് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് ഹോളാക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്കിത് പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പും ചെയ്യാം. അപ്പോൾ ഞാൻ മറന്നു പോയതുകൊണ്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഹോളാക്കി കൊടുത്തിട്ടുള്ളത്. ഹോളാക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിലാണ് മണ്ണിടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെടി നട്ടിട്ട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഈ വെള്ളമൊക്കെ താഴെ നമ്മൾ വെച്ചിട്ടുള്ള ആ പ്ലാസ്റ്റിക് ബോട്ടിലിൽ കളക്റ്റ് ആയിക്കോളും. ഈ മണ്ണിൽ തങ്ങി നിൽക്കില്ല. തങ്ങി നിന്നാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ചെടീൻ്റെ റൂട്ടിന് ഫംഗസ് കയറിയിട്ട് പെട്ടെന്ന് തന്നെ മോശമായി പോവും. അപ്പോൾ നമ്മൾ ഇതുപോലെ മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ അടിയിൽ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ അടിയിലും ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെടികൾ നടാം. ഞാനിവിടെ നടുന്നത് മോസ് റോസ് ആണ്. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് പടർന്ന് പിടിച്ചോളും. അപ്പോൾ ഒന്നിച്ചിട്ട് പൂക്കളൊക്കെ വിരിഞ്ഞിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് നടുന്നത്. അപ്പോൾ അതിലേക്കൊരു ഹോളാക്കി കൊടുത്തിട്ട് നമുക്ക് നടാം. ഞാൻ എല്ലാ കളറും ഒന്നിച്ചിട്ടാണ് നടുന്നത്. അപ്പോൾ ഒന്നിച്ചിട്ട് വിരിഞ്ഞിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നട്ടതിന് ശേഷം ഒരല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, താഴെ നമ്മൾ വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെള്ളം കളക്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം കുറേ ആയി കഴിയുമ്പോൾ നമുക്കിതെടുത്ത് കളയുകയും ചെയ്യാം. ഇനി വേറൊരു പ്ലാന്റർ എന്ന് പറയുന്നത് ദാ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഞാൻ 3 പ്ലാസ്റ്റർ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സ്പേസിൽ നമുക്ക് യെല്ലോ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം.
ഉണങ്ങിയ ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പറിച്ച് മാറ്റാം. എന്നിട്ട് ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ബ്ലാക്ക് കളർ കൊണ്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊരു ഹണി ബീ മോഡലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ചിറകുകൾ ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് പീസ് ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതുപോലത്തെ കുറച്ചും പീസ് മുറിച്ച് വെക്കുക. അപ്പോൾ 2 എണ്ണം വീതം നമ്മൾ ഒന്നിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് യെല്ലോ കളർ പെയിൻറ്റ് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. അതിൻ്റെ മൂക്കായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് ഫാബ്രിക് ബോട്ടിലിൻ്റെ ടോപ്പാണ്. അതിന് ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ച് അടിച്ചിട്ടുള്ളതാണ്. ഈ ഒരു പ്ലാന്ററിൻ്റെ താഴെയായിട്ട് നമ്മൾ ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെടികൾ നടാം. അപ്പോൾ ഇതിലേക്ക് മണ്ണ് നിറച്ചിട്ട് ഞാനിതിലേക്ക് 10 മണി ചെടി തന്നെയാണ് നടുന്നത്. അപ്പോൾ അതിൻ്റെ വേറെ വെറൈറ്റിയാണ് നടുന്നത്. അപ്പോൾ എല്ലാ കളറും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇത് നട്ടതിന് ശേഷം നല്ല വെയിലത്തൊന്നും കൊണ്ടുപോയി വെക്കരുത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ അതൊന്ന് കുറച്ച് ദിവസം അത് നല്ല വെയിലില്ലാത്തൊരു സ്ഥലത്ത് വേണം വെക്കാൻ വേണ്ടി. ഇത് നമുക്ക് ഹാങ് ചെയ്തിട്ടും വെക്കാം. അപ്പോഴും നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു ഹണി ബീ പോലത്തെ നമ്മൾ ഉണ്ടാക്കിയതൊക്കെ ഹാങ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഞാൻ എൻ്റെ മതിലിൻ്റെ മേലെയായിട്ട് ഇത് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും 1-2 ദിവസം ഒന്ന് വെയിലൊന്നും തട്ടാതെ കുറച്ച് തണലത്ത് ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെക്കാം. മോർണിംഗ് ആയപ്പോൾ ഇതിൽ പൂവൊക്കെ വിരിഞ്ഞ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ കളറും മിക്സ് ചെയ്തിട്ട് വെച്ചതുകൊണ്ട് നല്ല ഭംഗിയുണ്ടാവും എല്ലാം ഒരുമിച്ച് വിരിഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു വൈറ്റ് പ്ലാന്ററാണ് നമ്മൾ ഇനാമൽ പെയിൻറ്റ് വെച്ച് അടിച്ചത്. അത് നല്ല ഷൈനിങ് ഉണ്ട്, നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട് ഇനാമൽ പെയിൻറ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ സജഷൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇന്നും പറയുന്നത് പോലെ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.